ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നല്ലോ. ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ തന്ന കൃപകൾക്കായി സ്തോത്രം. നമ്മള് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായം 9 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 10ാമത്തെ വാക്യം തുടങ്ങിയിരുന്നല്ലോ. ആം, ഒൻ- ആ, ഒരു ചെറിയ ഒരു ഇൻട്രഡക്ഷൻ മാത്രം ഞാൻ പറഞ്ഞു പോകാം. നമ്മൾ ഇതുവരെ പഠിച്ചതിനെ പറ്റി. നമ്മൾ 5-ാം അധ്യായം ആദ്യം കണ്ടു. കൂടാരമായ നമ്മുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു ഭവനം ദൈവം വെച്ചിട്ടുണ്ട്. കാരണം കൂടാരമായ നമ്മുടെ ഈ ശരീരം പോയി കഴിഞ്ഞാൽ തേജസ്സുള്ള ഒരു നിത്യമായ തേജസ്സുള്ള ഒരു ശരീരം ദൈവം നമുക്കായി വച്ചിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും ആ സ്വർഗീയ ശരീരം ലഭിക്കുന്നതിനു വേണ്ടി ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ആ ഞരക്കം ഞങ്ങളിൽ തരുന്നത് ഞങ്ങളിൽ ആത്മാവിനെ ആയി തന്നിട്ടുള്ള ദൈവമാണ് നമുക്ക് ആ സ്വർഗീയ ഭവനം വീണ്ടെടുക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കാക്ഷിപ്പാൻ, നമ്മൾ ആഗ്രഹിക്കാൻ കാരണമായി തീരുന്നത് തന്നെ ദൈവമാണ്. ദൈവത്തിന്റെ കൃപയാണ് നാം അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്നത് ആരാണ്? ആത്മാവാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് നമ്മെ അതിനെ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ഈ ലോകത്തിൽ പരദേശികളാണ് ജീവിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ പരദേശികളായി അല്ലെങ്കിൽ കർത്താവിനോട് അകന്ന് ജീവിക്കുന്നു എങ്കിലും ദൈവ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും ഞങ്ങൾ ഒരിക്കൽ കർത്താവിനെ അതിന്റെ പൂർണ്ണ മഹത്വത്തോടെ ഞങ്ങൾ കാണും. അതാണ് ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പിന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞങ്ങൾ കാണുന്നില്ല കർത്താവിനെ, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ ഇനി ആ ഒരു ദൈവത്തിന്റെ ആ പൂർണ്ണ ആ ഒരു ഗ്ലോറിയിൽ ഞങ്ങൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അവിടെ ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കാണുന്നതിനെ അല്ല, ഞങ്ങൾ കാണാത്തതിനെ അത്രേ വിശ്വസിക്കുന്നതെന്ന് പറയുന്നു. ആ വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസമുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വീണ്ടെടുക്കപ്പെട്ട ശരീരം ലഭിക്കും, ഞങ്ങൾ കർത്താവിനോട് കൂടെ കർത്താവിന്റെ പൂർണ്ണ സാന്നിധ്യത്തിൽ ജീവിക്കും എന്നൊരു പ്രത്യാശ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താല ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരദേശികളായിരുന്നാലും എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഈ ജഡത്തിലായിരുന്നാലും ഞങ്ങൾ ശരീരം വിട്ടു പിരിഞ്ഞാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം 5-ന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ലോകത്തിലായിരുന്നാലും ഞങ്ങൾ ഈ ശരീരത്തിലായിരുന്നാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ 10-ാമത്തെ വാക്യം തുടങ്ങി എങ്കിൽ തന്നെയും ആ വാക്യം വായിച്ച് 1-2 പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ കണ്ടു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ന്യായവിധി ഉണ്ട്. ഞങ്ങളിപ്പോൾ ദൈവത്തോട് അകന്ന പരദേശികളായിരിക്കുമ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നമ്മൾ ദൈവം ഇതിന്റെ മുമ്പാകെ നമ്മൾ എന്താ പറയുക, എല്ലാ പ്രവൃത്തികളും ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നു. അപ്പം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നല്ലതാകലും തീയതാകലും നാം ദൈവത്തോടെ സമാധാനം പറയേണ്ടതാണ് എന്നുണ്ട് അല്ലെ. നമ്മൾ കണ്ടു, ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ട്, അത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. 5-ന്റെ 10 പറഞ്ഞു, എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം ബീമാ സീറ്റ് എന്നാണ് ഏൻഷ്യന്റ് ഗ്രീക്കിൽ പറയുന്നത്. അവിടെ ബീമാ സീറ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു പൊങ്ങിയ സ്ഥലം അല്ലെങ്കിൽ ഉയർന്ന ഒരു സീറ്റ് ഒരു സ്റ്റെപ്പ് എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ബീമാ സീറ്റ് എന്ന് പറയുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു അവിടെ ന്യായാധിപതിയായിട്ടുള്ളത് ക്രിസ്തുവാണ് ന്യായാധിപതി. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5:22 വായിച്ചതായിരുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പുത്രന് പിതാവ് ന്യായവിധി എല്ലാവരെയും ന്യായം ഉള്ള ന്യായവിധി കൊടുത്തിരിക്കുന്നു, അല്ലെ അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് നാം പഠിച്ചു. അത് വിശ്വാസികളെ അവിശ്വാസികളെ ന്യായം വിധിക്കാനുള്ള അധികാരം പുത്രനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നാം പറഞ്ഞു. അത് നീതിയുള്ള ന്യായാധിപതിയാണ് പുത്രൻ എന്ന് പറഞ്ഞു. ആരെയൊക്കെയാണ് ന്യായം വിധിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. എല്ലാവരെയും ന്യായം വിധിക്കും. നമ്മൾ റോമാലേഖനം 14:12 കണ്ട് നമ്മൾ ഓരോരുത്തർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എപ്പോഴാണ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു? നമ്മള് കർത്താവിന്റെ 2ാം വരവിന് ശേഷമായിരിക്കും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ എല്ലാവരും ഓരോരുത്തരും വെളിപ്പെടേണ്ടി വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അത് ആ 7 വർഷക്കാലം മധ്യാകാശത്തിലായിരിക്കുന്ന സമയമാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നാം പറയുന്നത് അത് കഴിഞ്ഞ് നാം പറഞ്ഞത് ഓരോ പ്രവൃത്തിയും ശോധന ചെയ്യുമെന്ന് പറഞ്ഞു. പ്രവൃത്തി നല്ലതാണ് എങ്കിൽ അത് നിലനിൽക്കും, പ്രവൃത്തി ദൈവഹിത പ്രകാരമല്ലായിരുന്നെങ്കിൽ അത് കത്തിപ്പോകും എന്നാണ് പറഞ്ഞത്. തീ പോലെ അവിടെ പറഞ്ഞു. 1 കൊരിന്ത്യർ 3:15 അത് പറഞ്ഞു. ഞാനൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3:15. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്ന് പറഞ്ഞു. അപ്പൊ പ്രവൃത്തികൾ നഷ്ടമാകാം, പക്ഷെ ദൈവത്തിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ മാറ്റപ്പെടുന്ന അവസ്ഥയില്ല. അതുപോലെ തന്നെ പറഞ്ഞു, രക്ഷയല്ല ശോധന ചെയ്യുന്നത്, രക്ഷിക്കപ്പെട്ട വ്യക്തിയെയാണ് ശോധന ചെയ്യുന്നത്, പ്രവൃത്തികളെയാണ് ശോധന ചെയ്യുന്നത് എന്ന് പറയുന്നു. നമ്മളെ വിധിക്കുകയല്ല, നമുക്ക് പ്രതിഫലം തരികയാണ് ചെയ്യുന്നത്. നമ്മള് നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിന്റെ പ്രവൃത്തിക്ക് നല്ല പ്രതിഫലം കിട്ടും. പക്ഷെ പ്രവൃത്തി നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുമെന്ന് പറഞ്ഞു ചെയ്ത പ്രവൃത്തികൾ നമ്മളുടെ ദൈവത്തിന്റെ ഹിതം അല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ പ്രവൃത്തികളെല്ലാം വെന്തു പോകും എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ഇനി എന്തൊക്കെയാണ് വിധിക്കപ്പെടുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിച്ചത്. അപ്പൊ രക്ഷയല്ല ശോധന ചെയ്യുന്ന രക്ഷിക്കപ്പെട്ട വ്യക്തിയെയും അതിന്റെ പ്രവൃത്തികളെയുമാണ് ശോധന ചെയ്യുന്നത് എന്ന് പറയും. രക്ഷയല്ല ശോധന ചെയ്യപ്പെടുന്നത് പറയാൻ കാരണം രക്ഷ നമ്മളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു, അല്ലെ? എന്തൊക്കെയാണ് വിധിക്കപ്പെടുന്നത്? എന്തൊക്കെയാണ് വെളിപ്പെടാൻ പോകുന്നത്? എല്ലാ കാര്യങ്ങളും വെളിപ്പെടും, അല്ലെ? അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ബലഹീനതകളോ നമ്മുടെ പരാജയങ്ങളോ ഒന്നും പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുമ്പാകെയല്ല വെളിപ്പെടുന്നത്. അത് ഓരോരുത്തരെയും ദൈവം വിധിക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പേ അല്ല വിധിക്കുന്നേ. കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാണ്. മനുഷ്യരുടെ ആണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിധിക്കുമല്ലേ? ഇല്ല, ദൈവം അങ്ങനെയല്ല, 1 on 1 ആയിരിക്കും ഓരോരുത്തരും, അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത്? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു കൂട്ടമായിട്ടല്ല വെളിപ്പെടുന്നത്. ദൈവം ഓരോരുത്തരെയും അവരുടെ പ്രവൃത്തികളെയും ന്യായം വിധിക്കും. ഇഷ്ടം പോലെ ദൈവത്തിന് സമയമുണ്ട്. അപ്പം മറ്റുള്ളവര് അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് വിധിപ്പാൻ അധികാരവും അവകാശവും ഇല്ല. അത് ദൈവം തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് വിധിക്കുന്നത്. നമ്മളുടെ പ്രവൃത്തികളെ വിധിപ്പാൻ മറ്റുള്ളവർക്ക് അവകാശം ദൈവം കൊടുത്തിട്ടും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് വിധിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി ഞാൻ കുറച്ച് നമ്പർ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്നാമതായി രണ്ടാമതായി ഒന്നും പ്രാധാന്യമൊന്നും ഇല്ല, ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. കുറച്ച് നമ്പർ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത് രഹസ്യത്തിൽ ചെയ്തവ, സീക്രട്ട് ആക്ട്സ്. നമ്മൾ രഹസ്യത്തിൽ ചെയ്തവ എല്ലാം വെളിപ്പെടുന്നുണ്ട്, അതെല്ലാം ശോധന ചെയ്തു. മർക്കോസിന്റെ സുവിശേഷം 4:22. എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒട്ടൊന്നും പറയുന്നില്ല, ദൈവവചനം മാത്രം നമുക്ക് വായിക്കാം. മർക്കോസ് 4:22. വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നും ഇല്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. അപ്പൊ എല്ലാം വെളിച്ചത്ത് വരുന്ന ഒരു സമയമുണ്ട്. റോമർ 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. എന്താണ്? ദൈവ യേശുക്രിസ്തു മുഖാന്തരം വെറുതെയല്ല വിധിക്കുന്നേ, ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ സുവിശേഷം പൗലോസ് പറഞ്ഞ സുവിശേഷം, അപ്പൊ ദൈവത്തിന്റെ വചനം, അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായം വിധിക്കുന്നത്.
അതുപോലെ തന്നെ മത്തായി 16:27 പറയുന്നു. മത്തായി 16:27 മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും എന്ന് പറയുന്നു. മത്തായി 16:27. ഇനി അടുത്തത് നമ്മളുടെ സ്വഭാവം, അവർ ക്യാരക്ടർ. ആദ്യം നമ്മൾ കണ്ട സീക്രട്ട് ആക്ട്സ്, ഏത് രഹസ്യത്തിൽ ചെയ്തവയൊക്കെയും. രണ്ടാമത് നമ്മുടെ സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ ശോധന ചെയ്യും. ഞാൻ റോമാലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് പോകുന്നത്. റോമാലേഖനം 2:5 മുതൽ 11 വരെയുള്ള വാക്യം എല്ലാം നമുക്കറിയാവുന്നത് തന്നെയാണ്. വായിക്കാം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ചരിച്ചു വെക്കുന്നു. കാരണം അറിയുന്നവരാണ്, അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. ആദ്യ യഹൂദനും പിന്നെ യവനും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് എന്നർത്ഥം മാത്രമേ അവിടെയുള്ളൂ. 2:10 നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. അപ്പം ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമല്ല, എല്ലാവരെയും ന്യായം വിധിക്കും. അപ്പം എല്ലാവരുടെയും അവനവന്റെ പ്രവൃത്തി ശോധന ചെയ്യും. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ വാക്കുകൾ, അവർ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ ശോധന ചെയ്യപ്പെടും. മാത്യു 12:36-37, മത്തായി സുവിശേഷം 12:36-37 വാക്യങ്ങൾ. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഏത് നിസ്സാര വാക്കിനും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ പ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ ശോധന ചെയ്യപ്പെടും. അവർ ഡേറ്റ്സ് വായിക്കാം. എഫേസ്യർ 6:8, എഫേഷ്യൻസ് 6:8. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്തത് നമ്മുടെ മനോഭാവം, അവർ ആറ്റിറ്റ്യൂഡ്സ്. മത്തായി 5:22, മാത്യു 5:22. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. നമ്മുടെ മനോഭാവങ്ങളും ശോധന ചെയ്യപ്പെടും. അഞ്ചാമത്തെ നമ്മുടെ ഉദ്ദേശങ്ങൾ, അവർ മോട്ടീവ്സും ശോധന ചെയ്യപ്പെടും. 1 കൊരിന്ത്യർ 4:5. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുതേ. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. നമ്മളുടെ സ്നേഹമില്ലായ്മ, അവർ ലാക്ക് ഓഫ് ലവ്. കൊലോഷ്യൻസ് 3:18 മുതൽ 24 വരെ. ഓരോരുത്തരും അവനവന് ദൈവം കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കുന്നില്ല എങ്കിൽ അതിനും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട വരും. 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. കൊലോസ്യർ 3:18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ ജഡപ്രകാരമുള്ള
യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അതുപോലെ 4:1, യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. ഇതിൽ നമ്മൾ ആരും ഉൾപ്പെടാത്ത ഒരു കാറ്റഗറിയും ഇല്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒന്നില് ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം ശോധന ചെയ്യപ്പെടും. ഓക്കെ. ഇനി അവർ വർക്ക് ആൻഡ് സർവീസ് ടു ദ ഗോഡ് ആൻഡ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന സഹായങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ സർവീസും, അങ്ങനെ ന്യായവിധി അല്ല ഇത്. ഞാൻ പറഞ്ഞു ന്യായവിധി എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിലും ന്യായവിധി അല്ല അത്. തീയതായ പ്രവൃത്തികളാവുകയാണെങ്കിൽ അത് വെന്തുപോകും. പക്ഷെ അത് പ്രതിഫലം കൊടുക്കുന്ന ഒരു സമയമാണ് ക്രിസ്തുവിന്റെ ന്യായാധിപ സഭ ന്യായാധിപ എന്താ പറഞ്ഞ ആ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓരോരുത്തരുടെ പ്രവൃത്തി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ശിക്ഷ കിട്ടുമല്ല, പക്ഷെ നമുക്ക് നമ്മളുടെ പ്രതിഫലം മാറിപ്പോകും എന്നാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. 1 കൊരിന്ത്യർ 3:13 വാക്യം. ആ ദിവസം അതിനെ വെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും, ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഓക്കെ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമ്മുടെ വിശ്വസ്തതയ്ക്കും അവിശ്വസ്തതയ്ക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ വിശ്വസ്തതയ്ക്കും അവിശ്വസ്തതയ്ക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് വിശ്വസ്തരായിരിക്കുക, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നാം ദൈവത്തിന് പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായിരിക്കുക. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന് പ്രസാദമുള്ളവരായി ഇരിക്കാൻ കഴിയില്ല. ഞാൻ മത്തായി സുവിശേഷം 25:21, 23 വാക്യങ്ങൾ വായിക്കാനാണ്. പക്ഷെ 22 ഒന്ന് തന്നെയാണ്. 21ാമത്തെ വാക്യം വായിക്കാം. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. നമ്മളെ ചെറിയ പ്രവൃത്തിയാണേലും വലിയ പ്രവൃത്തിയാണെങ്കിലും അതെല്ലാം വിശ്വസ്തരായിരിക്കുക. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 4:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 4:2 മുതൽ 5 വരെയുള്ള വാക്യം മാത്രം വായിച്ചു വിടുക കേട്ടോ. ഓക്കെ. 1 വായിക്കാം. 4:2 മുതൽ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച വരും. നമ്മളിതെല്ലാം പഠിച്ചാണല്ലോ, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാ ഗൃഹവിചാരകന്മാരും ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഗൃഹവിചാരകന്മാരാണ്. നമ്മെ എല്ലാം ദൈവം ഓരോ പ്രവൃത്തികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെയും ഒരു പ്രവൃത്തി ഏൽപ്പിച്ചിട്ടില്ലെന്ന് പറയാനൊക്കില്ല. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ ഓരോ പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നാം വിശ്വസ്തരായി, അല്പത്തിൽ വിശ്വസ്തരായാൽ അധികത്തിന് വിചാരകരാക്കും. എന്ന് വെച്ചാൽ നാം ആയിരിക്കുന്ന അല്പത്തിൽ നാം വിശ്വസ്തരായി ജീവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. പിന്നെ ഇനി അടുത്തത്, തങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പ്രവർത്തിക്കാത്തതിനും കണക്കു പറയണം. പൗലോസ് പറഞ്ഞു, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം പൗലോസ് തനിക്ക് ലഭിച്ച കൃപയ്ക്ക് അത്തവണ്ണം പ്രവർത്തിച്ചു. അപ്പം പൗലോസിനറിയാം, ഒരു ദിവസം കർത്താവിന്റെ ന്യായാസനത്തിൽ മുമ്പിൽ നിൽക്കുമ്പോൾ തനിക്ക് ലഭിച്ച കൃപയ്ക്ക് അത്തവണ്ണം താൻ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്, അല്ലെ? അപ്പോൾ ഇവിടെ പറഞ്ഞ തങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം പ്രവർത്തിക്കാത്തതിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ലൂക്കോസ് 12:48. ലൂക്കോസ് 12:48. ലൂക്ക് ചാപ്റ്റർ 12:48. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടി കൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം. യോഹന്നാൻ 5:24.
ജോൺ 5:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം കേൾക്കുക, അത് അനുസരിക്കുക. Okay. ഇനി എങ്ങനെയുള്ള വിധിയാണ്? ആ, നീതിയുള്ള ന്യായാധിപതിയാണ്. ഞാൻ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ട് എന്റെ പ്രവൃത്തികൾ കണ്ണടച്ചു പോകുമെന്നില്ല. ഞാൻ എന്ത് ചെയ്താലും ആരായാലും കർത്താവിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എബ്രായർ 6:10. എബ്രായർ 6:10. ഹീബ്രൂസ് 6:10. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതി ഉള്ളവനല്ല. അനീതിയുള്ള ദൈവമല്ല, നീതിയുള്ള ന്യായാധിപതിയാണ് കണക്ക് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നാം എന്തുവാ ചെയ്യേണ്ടത്? നാം നീതിയോടെ വിശ്വസ്തയോടെ ദൈവം നമ്മെ ഏൽപ്പിച്ച പ്രവൃത്തികൾ നേരോടെ ചെയ്യണം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേ? നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചു പോകാം. അപ്പം നാം എല്ലാ പ്രവൃത്തികൾക്കും നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമല്ലേ? പക്ഷെ അതെന്താ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള പാപങ്ങളെല്ലാം ദൈവത്തോട് നാം ക്ഷമിക്കണം. പാപം ഏറ്റു പറയുമ്പോൾ നമ്മളുടെ കഴിഞ്ഞ പാപങ്ങളെ മുഴുവൻ ദൈവം എന്ന് പറയുന്നത് ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലോട്ട് ഇട്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതിനൊന്നും നമുക്ക് ശിക്ഷയില്ല. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുള്ള മാത്രം പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യത്തുള്ളൂ. മനുഷ്യർ ഓർത്തിരിക്കുന്നത് പോലെ ദൈവം പഴയതൊന്നും ഓർത്തു വെക്കത്തില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട് ഉള്ള മാത്രമേ ദൈവം നമ്മോട് ചോദിക്കത്തുള്ളൂ. അപ്പൊ നാം ദൈവത്തെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടണമെന്നുള്ളത് നാം ശിക്ഷയോർത്ത് മാത്രമല്ല ചെയ്യേണ്ടത്, ദൈവത്തിന്റെ സ്നേഹമോർത്താണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടിയ രക്ഷ തന്നെ ദൈവത്തിന്റെ വലിയൊരു ദാനമാണ്, അല്ലെ? നമ്മൾ എവിടെ പോകാമായിരുന്നവരായിരുന്നു, ആ നരകത്തിന് യോഗ്യതയുള്ളവരായിരുന്നു, അല്ലെ? നമ്മൾ ഈ ലോകത്തിൽ കുറച്ച് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാവുന്നൊന്നുമില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു നല്ല പ്രവൃത്തികളും നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതല്ല. നമ്മൾ എല്ലാവരും റോമാലേഖനം 6-ാം അധ്യായം പറയുന്ന ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പൊ ആദാമ്യ പാപം പോലെ എല്ലാ മനുഷ്യരും പാപികളാ. അപ്പം ഈ വലിയ പാപം ചെയ്തവരോ നമ്മൾ എന്താ പറയുന്ന കൊലയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആരുടെയും കട്ടെടുത്തിട്ടില്ല, അങ്ങനെയൊന്നും നാം ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ആദമ്യ പാപം മൂലം നാം എല്ലാവരും മരണയോഗ്യരാണ്. എന്ന് വെച്ചാൽ നിത്യ നരകത്തിന് യോഗ്യരായ നമ്മെ അവിടെ നിന്ന് എടുത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിലാ നാം ആയിരിക്കുന്നത്, അല്ലേ? ആ അവസ്ഥ നമ്മൾ വന്നത് നമ്മളുടെ ഒരു പ്രവൃത്തികളും കാരണമല്ല. നമ്മൾ ദൈവത്തെ പോയി തേടിയതൊന്നും അല്ല. ദൈവം നമ്മെ തെരഞ്ഞു വന്നതാ. ചിലവര് പറയും ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ല, നാം ദൈവത്തെ അന്വേഷിക്കാൻ പോയാൽ നമ്മൾ കണ്ടെത്തുന്ന സ്ഥലത്തൊന്നും അല്ല ദൈവം ഇരിക്കുന്നത്. ദൈവം നമ്മെ തിരഞ്ഞു വന്നതാണ്. അപ്പം ദൈവത്തിന്റെ കൃപയാലാണ് നാം ദൈവത്തിങ്കലേക്ക് വന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മഹാസ്നേഹം, സ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടല്ലേ കരുണാസമ്പന്നനായ ദൈവമോ അവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെയും ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു എന്ന് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പൊ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. ആ രക്ഷ ഓർക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ മടിക്കാതിരുന്ന ആ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ നാം ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതാണ്. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ശിക്ഷയെ ഓർത്തുള്ള ഭയപ്പാടല്ല, ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കണം.
നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യരുടെ ശിക്ഷകളും മനുഷ്യരുടെ വഴക്കുകളും ഒക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം പ്രസാദിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരിക്കാം അല്ലെ. പക്ഷെ അതല്ല ഇവിടെ ദൈവം നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് നമ്മെ ജീവന്റെ അവസ്ഥയിലാക്കി. കൊലോസ് ലേഖനം പറയുന്നത് പോലെ സാത്താന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. നമ്മൾ അവിടെ ഇപ്പോൾ അല്ല എങ്കിലും ദൈവം പറയുന്നത് അവിടെ ആക്കി വെച്ചിരിക്കുക എന്നൊരവസ്ഥയാണ് നമ്മെ ആക്കിയിരിക്കുന്നത് അല്ലെ. ആ സന്തോഷം നമ്മളിൽ ഉണ്ടെങ്കിൽ നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുമോ, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുമോ? നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതൊക്കെ മാറ്റി നിൽക്കട്ടെ, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിച്ചാൽ മാത്രമേ നമ്മളുടെ രഹസ്യങ്ങളെ ശോധന ചെയ്യുന്ന ഒരു സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ രക്ഷ കൂടാതെ നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. 136 സംഖ്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു ദൈവം നമ്മെ നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം അല്ലെ. ഓക്കെ, 2 കൊരിന്ത്യർ 5:11 ഞാന് വായിക്കാം. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വാക്യമാണല്ലോ. കർത്താവിനെ ഭയപ്പെടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു വിധി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, 2 കൊരിന്ത്യർ 5:11 ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷിയിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ആരാണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളും കർത്താവിനെ ഭയപ്പെടണം. നിങ്ങൾ എന്നെ കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിലും പക്ഷെ കർത്താവിനറിയാം ഞങ്ങൾ ആരാണെന്നുള്ളത്. നിങ്ങളുടെ മനസാക്ഷിയിലും ഞങ്ങൾ അങ്ങനെ വെളിപ്പെട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ ആയിരിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്ന ഒരു പ്രബോധനമാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഫിലിപ്പീൻസ് 2:12 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യ. അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ അതിനെയൊക്കെ കൂട്ടിമാട്ടിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ രക്ഷ വേണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചേ മതിയാന്ന്. അതല്ല അവിടെ അർത്ഥം. ദൈവം നമ്മളെ രക്ഷിച്ചു, നമ്മൾക്ക് കിട്ടിയ രക്ഷ നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഫിലിപ്പീൻസ് 2:12. ഫിലിപ്പിയൻസ് 2:12 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പം ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവവചനത്താൽ നമ്മെ വീണ്ടെടുത്തു. ദൈവവചനം അനുസരിച്ച് നടക്കാനായിട്ടാണ് ദൈവവചനം തന്നിരിക്കുന്നത്. ആ വചനം അനുസരിക്കുമ്പോൾ നാം രക്ഷ പ്രവൃത്തിപഥത്തിൽ കാണിക്കുന്നു. നാം വചനം എന്ത് പറയുന്നുവോ നാം അനുസരിക്കുന്നതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കുന്നത്. നമ്മള് യാക്കോബിന്റെ ലേഖനം പറയുന്നു, വിശ്വാസമില്ലാത്ത പ്രവൃത്തിയെല്ലാം നിർജീവമെന്ന് പറയുന്നുണ്ടല്ലേ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസമെല്ലാം നിർജീവമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ വിശ്വാസം നാം പ്രവൃത്തിയിൽ കാണിക്കണം. അബ്രഹാം വിശ്വാസം പ്രവൃത്തിയിലാണ് കാണിച്ചത് അല്ലെ. അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് റോമാലേഖനവും അത് തന്നെയാണ്. 4-ാം അധ്യായം പറയുന്നത് അബ്രഹാം ദൈവത്തെ പ്രവൃത്തിയാൽ കാണിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ യാഗമാക്കുവാനായിട്ട് കൊണ്ടുപോയപ്പോൾ ദൈവത്തോടുള്ള ആ ഒരു അനുസരണമാണ് തന്റെ പ്രവൃത്തിയിൽ താൻ കാണിച്ച. അതാണ് അവനെ നീതിയായി കണക്കിട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം പ്രവൃത്തിയായി കണക്കിട്ടതുപോലെ നാം എന്ത് വിശ്വസിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് തന്നെയല്ല, പത്രോസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മളുടെ പ്രവാസ ജീവിതം ഭയത്തോടെ കഴിപ്പീൻ എന്ന് പറയുന്നുണ്ട്. 1 പത്രോസ് 1:17 വാക്യം. ഫസ്റ്റ് പീറ്റർ chapter 1 verse 17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നമ്മുടെ പ്രവാസകാലം നാം ദൈവത്തിൽ നിന്ന് അകന്നായിരിക്കുന്ന കാലം, ഈ ഭൂമിയിലായിരിക്കുന്ന കാലം ഭയത്തോടെ കഴിപ്പീൻ. 1 പത്രോസ് 4:5-7 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 4:5-7 വാക്യങ്ങൾ. ഫസ്റ്റ് പീറ്റർ chapter 4 5 and 7. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെയും അവിശ്വാസികളെയും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയും വിശ്വസിക്കാത്തവരെയും ന്യായം വിധിക്കുന്ന എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 2 പത്രോസ് 3:11-12, 2 Peter 3:11-12. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ. അല്ലെ, നമ്മള് വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വക്രതയും കോട്ടമുള്ള ഈ ലോകത്തിൽ, അല്ലെ, നമുക്ക് ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, വക്രതയും കോട്ടയുമുള്ള ഈ ലോകത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോത്സ്യകളെ പോലെ വെളിപ്പെടുവാനാണ് നമ്മളോട് ദൈവവചനം പറയുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, അല്ലെ, നമ്മൾ അനിന്യരായി പരമാർത്ഥികളായി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ദൈവത്തിന്റെ ജീവനുള്ള വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോത്സ്യകളെ പോലെ പ്രകാശിക്കണമെന്ന ദൈവവചനം നമ്മോട് പറയുന്നത്, അല്ലെ. എന്തുകൊണ്ടാ പറയുന്നത്? അങ്ങനെ ഒരു അവസ്ഥയിലേക്കാ ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. ഒരിക്കൽ നാം അന്ധകാരത്തിലായിരുന്നു, നാം ഇരുട്ടിലായിരുന്നു. നമ്മുടെ ഇരുട്ടുള്ള ജീവിതത്തേക്കും ദൈവം വെളിച്ചമാക്കി മാറ്റി. ഇനി നാം ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം പകരേണ്ടവരാണ്, അല്ലെ. നമ്മളുടെ ലോകം, നമ്മൾ ആയിരിക്കുന്ന ലോകം മുഴുവൻ എന്താ പറയുക, ഇരുട്ടിന്റെ നടുവിലാണ്. പക്ഷെ അവർക്ക് എന്താ പറയുന്നേ, അവരെ എല്ലാവർക്കും വചനം പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പോലും കഴിയില്ലായിരിക്കും. പക്ഷെ നമ്മളുടെ രക്ഷ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ നാം എന്താ പറയുന്നത്, നമ്മൾ പഠിച്ച് നമ്മൾ ജീവിച്ചു കാണിക്കണം. നമ്മൾ വെളിച്ചമുള്ളവരായി നാം ജീവിക്കണം. നമ്മളെ കാണുന്നവർ പറയണം, മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യാസം നമ്മളിൽ ഉണ്ടല്ലോ എന്ന്. എന്തെങ്കിലും ഒരു വ്യത്യാസം. നമ്മൾ എത്രയോ കാലം എത്രയോ ആൾക്കാരോട് ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ട് എത്രയോ നാൾ പോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടോ മറ്റുള്ളവരിലും കാണാത്ത ഒരു പ്രത്യേകത അവളിൽ ഉണ്ട് എന്ന്? അതാണ് നമ്മൾ രക്ഷ പ്രവൃത്തിയിൽ കാണിക്കുന്നത് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിളിച്ചു ഘോഷിക്കുന്നതോട് നടക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് വിളിച്ചു ഘോഷിക്കാൻ ഒക്കെ ഇല്ലായിരിക്കാം. പക്ഷേ നമ്മളിൽ ഉള്ള വെളിച്ചം മറ്റുള്ളവർ കാണണം. അതുകൊണ്ടാണ് പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നാം ഈ ലോകത്തിന് പ്രകാശമുള്ളവരായി നാം തീരണം. നാം ആയിരിക്കുന്ന അവസ്ഥ നമ്മളാൽ കഴിയുന്നിടത്തോളം നാം വെളിച്ചമുള്ളവരായി നമ്മുടെ വെളിച്ചം പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 2 തിമോത്തിയോസ് 1:16, 17, 18 വാക്യങ്ങൾ. മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക. 2 തിമോത്തിയോസ് 1:16, 17, 18. അത് ഒനേസിഫോരസിന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. പൗലോസിനോട് കരുണ കാണിച്ചു. ഓക്കെ, വായിക്കാം. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ഒരു പടയാളിയെ തിരഞ്ഞു കണ്ടെത്തിയ അവസ്ഥയാണ്. അവനും ശിക്ഷ ലഭിക്കാവുന്ന അവസ്ഥയാണ്. കാരണം റോമാ ഗവൺമെന്റ് കുറ്റവാളിയാണ്. ആ ദിവസത്തിൽ അവൻ എന്നിട്ട് എന്താ ചെയ്ത്? എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നു, അല്ലെ. എല്ലാത്തിനും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഫലം ഉണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം എല്ലാം പറയുന്നത് കർത്താവിൽ വസിപ്പീൻ എന്നാ പറയുന്നത്, അല്ലെ. കർത്താവിൽ വസിപ്പീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 15:4, 5, 6 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യങ്ങൾ വായിച്ചു വിടുന്നതേ ഉള്ളൂ. കർത്താവിൽ വസിക്കുക. അതുപോലെ തന്നെ യോഹന്നാനും പറയുന്നുണ്ട്. യോഹന്നാൻ തന്റെ ലേഖനത്തിലും പറയുന്നുണ്ട്, കർത്താവിൽ വസിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:4, 5, 6, 7 വാക്യങ്ങൾ. എന്നിൽ വസിപ്പേൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് വള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് കഴിയുകയുമില്ല. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ജീവിക്കണമെങ്കിൽ ദൈവത്തിൽ വസിക്കണം, അവന്റെ വചനത്തിൽ വസിക്കണം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തുപോകും. അത് നരകത്തെക്കുറിച്ചാ പറയുന്നത്, നാശത്തെക്കുറിച്ചാ പറയുന്നത്. കർത്താവിൽ വസിക്കാത്തവന്റെ അവസ്ഥ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നു. കുറെ വാക്യങ്ങളുണ്ട്, പക്ഷെ ഞാനത് വായിച്ചു വിടാം, മുഴുവൻ വായിക്കാം. കാരണം 2-ാം അധ്യായത്തിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്കറിയാം ഒത്തിരി സമയം 3-4 മിനിറ്റ് എടുക്കുമായിരിക്കും, വായിച്ചു വിടാം കേട്ടോ. വായിച്ചിട്ട് നമുക്ക് ഈ വാക്യം അവിടെ നിർത്താം. 1 യോഹന്നാൻ 2-ന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. ശ്രദ്ധിച്ചു കേട്ടിരുന്നാൽ മതി. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. അവനിൽ വസിപ്പീൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞു തന്നെയാണ് ഇതും പറയുന്നത്. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ലോകത്തെയും അതിനുള്ളതിലെയും ഇനി 15-ാമത്തെ വാക്യം. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ഇനി 24-ാമത്തെ വാക്യം. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. എന്താ ആദ്യം മുതൽ കേട്ടത്? ദൈവത്തിന്റെ വചനം. 27-ാമത്തെ വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിപ്പീൻ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പ്രമാണിപ്പാൻ നമുക്ക് ബലം നൽകുന്നത്, നമ്മളോട് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ്, നമ്മളിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെയും ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് നടക്കാനാണ് ഇവിടെ പറയുന്നത്. ഇനി 28-ാമത്തെ വാക്യം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഇതിലൂടെ ചേർത്ത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-2 വാക്യങ്ങളൂടെ വായിക്കുമ്പോൾ നമുക്ക് അതോടെ വായിച്ചിട്ട് ഞാനിവിടെ നിർത്താം. 1 കൊരിന്ത്യർ 13-ന്റെ 1-ാമത്തെ വാക്യം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ചിലമ്പുന്ന ചെമ്പോ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതല്ല അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് പ്രയോജനമില്ല. നമ്മൾ ഓരോന്നും ചെയ്യുന്നതിന്റെ മോട്ടീവ്സ് അല്ലെ, നമ്മള് എത്ര ചെയ്താലും അതിനകത്ത് നമുക്ക് സ്നേഹമില്ല എങ്കിൽ അതിലൊന്നും പ്രയോജനമില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി നാം പറഞ്ഞു, രക്ഷിക്കപ്പെട്ട അവർ ശോധന ചെയ്യപ്പെടുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെയാണ്. രക്ഷിക്കപ്പെടാത്തവർ ശോധന ചെയ്യപ്പെടുന്നത് വെള്ള സിംഹാസനത്തിലുമാണ്. രക്ഷിക്കപ്പെട്ടവർ ശോധന ചെയ്യുന്ന ക്രിസ്തുവിന്റെ ന്യായാസനവും, രക്ഷിക്കപ്പെടാത്തവർ, ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ശോധന ചെയ്യപ്പെടുന്നത് വെള്ള സിംഹാസനത്തിലുമാണ്. ഇതിന് ഇടയിലായിട്ട് ഒരു സ്ഥലവുമില്ല. ചിലർ പറയുന്നുണ്ട് പർഗേറ്ററി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പർഗേറ്ററി ഒന്നും ഇല്ല. അവിടെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനായിട്ട് കഴിയയില്ല. നമ്മള് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥന കഴിച്ചാലോ വിശുദ്ധ കർമ്മങ്ങൾ ചെയ്താലോ ഒന്നും എങ്ങോട്ടും പോവുകയില്ല. നമ്മൾ ശരീരത്തിലിരിക്കും, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകാൻ തീയതാകരുത് അല്ലെ. അപ്പൊ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് മാത്രമേ ഉള്ളൂ. ശരീരം വിട്ട് കഴിഞ്ഞാൽ ആരുടെ പ്രാർത്ഥനയും നമ്മെ എങ്ങും കൊണ്ടുപോകത്തില്ല. ഈ ക്രിസ്തുവിന്റെ ന്യായാസനവും അല്ലെങ്കിൽ വെള്ള സിംഹാസനവും, ഈ 2 സ്ഥലത്തെയും നമ്മൾ നിൽക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലവും ഇല്ല അല്ലെ. ഓക്കെ. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരുടെ വിധി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് ഞാൻ വായിക്കാം. ജീവപുസ്തകത്തിൽ പേരെഴുതി, ഇതുവരെ നമ്മൾ പറഞ്ഞത് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരുടെ പ്രതിഫലം കൊടുക്കുന്ന സമയമാണ്. പക്ഷെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവപ്രസാദകരമല്ലാത്ത ചെയ്ത പ്രവൃത്തികളെല്ലാം തീയിൽ കൂടെ വെന്തു പോകുന്നത് പോലെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി
ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരുടെ വിധിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം തീയതി പറയുന്നു. വായിക്കാം. എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, കുറച്ച് വാക്യം മാത്രം വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അവരെ കൂടാതെ മരിച്ചവരിന് ശേഷമുള്ളവർ 1000 ആണ്ട് ജീവിച്ചില്ല എന്ന് പറഞ്ഞാൽ 1000 സംവത്സര എന്താ പറയുക, സഹസ്രാബ്ദ യുഗത്തിൽ അവരവിടെ കാണുകയില്ല. 1000 ആണ്ട് നമ്മൾ കർത്താവിനോട് വസിക്കുമ്പോൾ അവർ കാണുകയില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 ആണ്ട് വാഴും. നമ്മളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ വിശ്വസിച്ചവരെ കുറിച്ചാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇനി 11-ാമത്തെ വാക്യം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. വലിയൊരു വെള്ള സിംഹാസനം, അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനും ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്കടുത്ത ന്യായവിധി ഉണ്ടായി. കാരണം ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് 2-ാമത്തെ മരണം. അപ്പം നിത്യ മരണത്തിലെ അവസ്ഥയിലേക്ക് പോകുന്നത് ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരുടെ അവസ്ഥ അതായിരിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 10:42 പറയുന്നു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയാണ് ക്രിസ്തു. ജീവിച്ചിരിക്കുന്ന പറഞ്ഞാൽ നിത്യജീവനിലേക്ക് പോയവർക്കും അതുപോലെ തന്നെ നിത്യനരകത്തിലേക്ക് പോകുന്നവരെ ന്യായം വിധിക്കുന്നു. വായിക്കാം. പ്രവൃത്തികൾ 10:42. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. ജീവികൾക്കും മരിച്ചവർക്കും, അപ്പൊ നിത്യജീവനിലേക്ക് കടന്നവർക്കും നിത്യന്യായവിധിയിലേക്ക് പോകുന്നവർക്കും ന്യായാധിപതിയും ഒന്നേ ഉള്ളൂ, വെള്ളസിംഹാസനം ക്രിസ്തുവിന്റെ ന്യായാധിപതിയും. പ്രവൃത്തികൾ 17:31 പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 17:31, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനായി എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ വിധി ഉണ്ട് എന്ന് നിശ്ചയമാണ്, അല്ലെ? ഇനി വായിച്ച വാക്യങ്ങള്. ഇനി ദാനിയേലിന്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യ. 12:2-3 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് 11-ാം വാക്യത്തിലേക്ക് പോകാം. ദാനിയേലിന്റെ പുസ്തകം. കാരണം അവിടെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഒരു ന്യായാസനത്തിൽ വരുമ്പോൾ ചിലർ നിത്യരക്ഷയ്ക്കായും ചിലർ നിത്യ നിന്ദയ്ക്കുമായി പോകുമെന്ന് പറയുന്നുണ്ട്, അല്ലെ? വായിക്കാം. 12:12 ദാനിയേൽ 12:2-3. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും ആയും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും പ്രകാശിക്കും. അപ്പം ദൈവം എല്ലാ പ്രവൃത്തികൾക്കും പകരം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ രക്ഷിച്ച ദൈവം നമുക്ക് പ്രമാണിപ്പാൻ ഒരു ദൈവത്തിന്റെ വചനവും തന്നിട്ടുണ്ട്. ആ വചനം അനുസരിച്ച് ജീവിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ നിത്യലജ്ജയ്ക്കും ഒന്നിനും ഒരു നിന്ദിതരായി ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് അനിന്യമായി വെളിപ്പെടുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തരും. ദൈവത്തിന്റെ സ്തോത്രം. ഓക്കെ, നമുക്ക് 11-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 11-ാമത്തെ വാക്യം, ചിലപ്പം 11-12. ഓക്കെ, 11-ാമത്തെ വാക്യം വയ്ക്കാം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. മുമ്പ് വായിച്ച വാക്യമാണല്ലോ. ഞാൻ POC ബൈബിള് വായിക്കാം, ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. കർത്താവിനെ
ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം. അത് നിങ്ങൾക്കും നന്നായി അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഓരോരുത്തരും ആഹ് ആഹ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാകലും തീയതാകലും ഓരോരുത്തരും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് കർത്താവിനെ ഭയപ്പെടേണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരാ. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ ഭയപ്പെടേണം. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കണം എന്ന് പറയാം. അപ്പം ദൈവത്തെ ഭയപ്പെടണം. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നുള്ള ഭയമാണ്. നാം എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിന് ആയി തീരണം. നമ്മൾ തിന്നാലും കുടിച്ചാലും എന്ത് തന്നെയാലും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരണം. നമ്മളുടെ പ്രവൃത്തി നിമിത്തവും നമ്മളുടെ ഓരോ കാര്യങ്ങളും നിമിത്തം ഏതൊരു കാര്യവും നിമിത്തം ദൈവനാമം ദുഷിപ്പാനും ഇടയായി തീരരുത്. സങ്കീർത്തനങ്ങൾ 112:1 യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലേ? സങ്കീർത്തനങ്ങൾ 112:1 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമുള്ള ആണല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞു ദൈവത്തെ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുക. എന്താ ദൈവത്തെ നമ്മളിപ്പോ എല്ലാം പറഞ്ഞതാ. നമുക്കൊരു ന്യായവിധി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന് മുമ്പ് നിൽക്കേണ്ടതായാലും അല്ലേലും നമ്മെ രക്ഷിച്ച ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലെ? നമുക്കൊരു വാക്യം വായിച്ച് മുമ്പോട്ട് പോകാം. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല നിമിഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എന്താണ് അവിടെ പറയുന്നത്? 2 കൊരിന്ത്യർ 6:ന്റെ അവസാനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, അതുകൊണ്ട് ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവം നമ്മുടെ പിതാവാണ്. അതുകൊണ്ട് ആ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധിയോടെ നാം ജീവിതത്തിൽ ജീവിക്കുക. അതുകൊണ്ടല്ലേ എഫേസ്യ ലേഖനം എപ്പോഴും ഞാൻ പറയുന്ന വാക്യം, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കേണ്ട ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തെന്നാ പറയുന്നല്ലേ. നാം ദൈവത്തിൽ അറിഞ്ഞു കഴിഞ്ഞൊന്നുമല്ല നാം വിശുദ്ധരും നിഷ്കളങ്കമാണെന്ന് ദൈവം ആഗ്രഹിച്ചത്. ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത് തന്നെ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കാൻ വേണ്ടിയ, അല്ലെ? എന്നിട്ട് പറയാ, ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്തുകൊണ്ടാ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നത്? നമ്മള് പ്രേരിപ്പിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ സുതാര്യതയോടും നിർമ്മലതയോടും കൂടെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഞാൻ മനുഷ്യരെ പ്രബോധിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് പറയുകയാണ് ചെയ്യുക, അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ നിർമ്മലതയോടും സുതാര്യതയോടും ജീവിച്ചാൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ കർത്താവിന്റെ നമ്മൾ ആ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ലജ്ജിക്കാതെ നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞങ്ങളെ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്തിനാ? സുതാര്യതയോടും നിർമ്മലതയോടും പ്രസാദത്തോടും കൂടെ ഉള്ള ജീവിതം നാം നയിക്കുക. അവിടെ പറയുന്നത് ഞങ്ങൾ ദൈവത്തിന് വെളിപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഓരോ വാക്യങ്ങൾ ഞാൻ എടുത്തു ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക കേട്ടോ. ഞങ്ങൾ ദൈവത്തിന് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് ദൈവത്തിന് അറിയാം, അല്ലെ? ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്ന ദൈവം, എന്റെ അന്തരങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം. നമ്മൾ എപ്പോഴും അത് പറയുമെങ്കിലും പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ഇതെല്ലാം കാണുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല, അല്ലെ? അപ്പം അവിടെ പറഞ്ഞ ഞങ്ങൾ ദൈവത്തിന് വെളിപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ആരെന്ന് ദൈവത്തിന് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് മനുഷ്യർക്ക് അത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ സുതാര്യതയോടും നിർമ്മലതയോടെ ഞങ്ങളോട് ജീവിക്കുന്നത് അതുപോലെ നിങ്ങളുമായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസാക്ഷികളിലും ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസാക്ഷികളിലും ഞങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം പൗലോസ് അപ്പോസ്തലനെ ഒത്തിരി ചോദ്യം ചെയ്തവരാ കൊരിന്ത്യർ സഭയിലെ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും പറയുന്നത്, അവരോടാ കൂടുതലും പറയുന്നത്, ഞാൻ സുതാര്യതയോടും നിർമ്മലതയോടുമാണ് ജീവിച്ചത്. അത് ദൈവത്തിന് അറിയാം. പക്ഷെ നിങ്ങളുടെ മനസ്സിലും ഞങ്ങളെ അങ്ങനെ ആയിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളും അതുപോലെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഗലാത്യ ലേഖനം 1:10 പറയുന്നു, ഗലാത്യ ലേഖനം 1:10, ഞാൻ ഇപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ?
ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. കഴിഞ്ഞ ബാക്കി വായിച്ചു തന്നെ ആ മനുഷ്യരെ പ്രസാദിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യന് കൊള്ളാവുന്നവരുമായിട്ട് ജീവിക്കാം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് കഴിയുകയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം പൗലോസിന്റെ സാക്ഷ്യം. നമ്മള് പറയുന്നത് പൗലോസ് ദൈവത്തെങ്കിലേക്ക് വന്ന സാക്ഷ്യമല്ല, അത് ലൂക്കോസ് ആണ് പറയുന്നത് 9-ാം അധ്യായത്തിലെ. പക്ഷെ 23 അപ്പോസ്തല പ്രവൃത്തി 23 അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ലൂക്കോസിന്റെ സാക്ഷ്യമാണ് പൗലോസിനെ പറ്റിയുള്ള. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തില് ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിന്റെ സാക്ഷ്യമുണ്ട്. നമുക്ക് ഒരു വാക്യം മാത്രം വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തി 23:1. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നേ ദിവസത്തോളം, ആ ചങ്കല ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസത്തോളം ഞാൻ നല്ല മനസ്സാക്ഷിയോടുകൂടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം 16-ാം വാക്യത്തിലും പറയുന്നുണ്ട്, 24-16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എപ്പോഴും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി നമുക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവവചനം നമുക്കും വേണ്ടി എഴുതി തന്നിരിക്കുന്നത്. അത് നമ്മളെയും കൂടെ ഉദ്ദേശിച്ച് ആണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് 2 കൊരിന്ത്യർ 4:2 നമ്മൾ പഠിച്ചതാണ്. അതും ഒന്ന് വായിച്ചു പോകാം. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. സകലരുടെയും മനസാക്ഷിക്ക്. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ഞങ്ങൾ ദൈവത്തിന് വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോയാൽ അത് തീരുന്ന സമയമായി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചത്, നമ്മളെല്ലാവരും 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അത് ദൈവവചനം സത്യമായിട്ടും പറയുന്ന ഒരു വചനമാണ്, അത് സത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യരെ സാധിപ്പിക്കുന്നവരെ പോലെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കണം. എങ്ങനെയാ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം 66 പുസ്തകങ്ങളും നമുക്ക് എഴുതിയിരിക്കുന്നത്. അത് ഇൻഫാലിബിൾ ആണ്, ഇന്നറന്റ് ആണ്. അങ്ങനെ അത് ദൈവത്തിന്റെ ശ്വാസം ആണ് ദൈവത്തിന്റെ വചനം, അല്ലെ? അതുകൊണ്ട് ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാണ്. ഒരു വചനം പോലും നമുക്ക് പ്രമാണിക്കാതിരിക്കാനുള്ളതല്ല, എല്ലാം നമുക്ക് പ്രമാണിക്കാനുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ നടക്കണമെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ആർക്കും ഒരു ആൻസറും സ്വന്തമായിട്ട് പറയാനില്ല. എല്ലാം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവവചനം വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അല്ലെ? അതുകൊണ്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഒരിക്കല് ദൈവവചനം ഫുള്ള് 66 പുസ്തകം വായിച്ചെന്നല്ല, എല്ലാ ദിവസവും വായിക്കണം, എല്ലാ ദിവസവും വായിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ജീവൻ അവസാനിക്കുന്നത് വരെ നമ്മൾ ദൈവവചനം വായിക്കണം. കാരണം നമ്മളെല്ലാവരും മറവിയുള്ളവരല്ലേ? എല്ലാവരും മറവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മറവില്ലാത്തവരുണ്ടെ വായിക്കണ്ട. മറവിയുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും ദിവസം വായിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവം നമ്മളെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവമേ ആ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ എന്നെ ഇടയാക്കണമേ. നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളും നാം ആയിരിക്കുന്ന ഈ ലോകവും നമ്മുടെ ആ ദൈവ സന്നിധിയിൽ ഏറ്റവും അകന്ന് ആയിരിക്കുന്ന ഒരവസ്ഥയല്ലേ? ആ അവസ്ഥയോട് ചേർന്ന് ജീവിക്കാനല്ല നാം ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം ഇന്നവെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ശരീരവും മനസ്സും ഒരുപോലെ രൂപാന്തരപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ളൊരു
ജീവിതം നയിക്കാനൊക്കെ ഉള്ളു അല്ലേ? അതുകൊണ്ടല്ലേ പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്നവനുമായ കർത്താവിനെ നോക്കുവിൻ. നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വച്ചിട്ടുണ്ട് അല്ലേ? ആ നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ആരെ നോക്കി ഓടണ്ടേ? വിശ്വാസത്തിന്റെ നായകൻ. ഈ ലോകത്തെ നോക്കി ഓടരുത്. ഈ ലോകത്തിന്റെ നേതാക്കന്മാരെ നോക്കി ഓടരുത്. അതുപോലെ തന്നെ നമ്മളെ വചനം പഠിപ്പിക്കുന്നവരെ നോക്കി ഓടരുത്. ആരെയും നോക്കി ഓടരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനുമായ ദൈവത്തെ നോക്കി ഓടിയാൽ മാത്രമേ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിൽ ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഓടിയാൽ മാത്രമേ ബിരുദ പ്രാപിപ്പാനായിട്ട് ഒക്കത്തുള്ളൂ. പൗലോസപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ മരിച്ച ശേഷം ആരെങ്കിലും കല്ലറകൾ എഴുതി വെക്കാനല്ലാതെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് പൗലോസപ്പോസ്തലൻ പറഞ്ഞത്, അതുപോലെ നമ്മളും നമുക്കൊരു ഓട്ടം ദൈവം വെച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്തു തീർക്കാൻ കുറെ പ്രവൃത്തികൾ ദൈവം തന്നിട്ടുണ്ട്. വിശ്വസ്തയോടെ അല്പത്തിൽ നമ്മൾ എത്ര അല്പം, നമുക്ക് ഒത്തിരി പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ചാ ഞാൻ ചെയ്തത് അല്ലേ? അതുപോലെ നമ്മൾക്ക് നൽകിയ കൃപയ്ക്കനുസരിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി വിശ്വസ്തയോടെ ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മളുടെ അടുത്ത് തരാത്തത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഫറവോനെ പോലെ എന്താ പറയുന്നേ, വൈക്കോല് കൊടുക്കാതെ ഇഷ്ടിക ആവശ്യപ്പെടുന്ന ഒരു ദൈവമല്ല ദൈവം. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. വൈക്കോല് തന്നിട്ടേ നമ്മളോട് ഇഷ്ടിക ആവശ്യപ്പെടത്തുള്ളൂ. ദൈവം നമ്മെ എന്ത് പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ചെയ്യുവാനുള്ള റിസോഴ്സസ് നമ്മൾക്ക് വേണ്ടുന്നതിൽ അത്രയും കൃപയോടുകൂടെ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നാം മനുഷ്യരുടെ മുമ്പിൽ അല്ല നിൽക്കേണ്ടത്, മനുഷ്യർ നമ്മെ വിധിക്കുന്നത് പോലെ അല്ല ദൈവം വിധിക്കുന്നത്. നീതിയുള്ള ന്യായാധിപതിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ശോധന ചെയ്യപ്പെടും. പക്ഷെ ഒരു കാര്യം മാത്രം, നാം ദൈവത്തെ പ്രസാദിക്കുന്നവരായി ജീവിച്ചാൽ ആ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഒരിക്കലും ലജ്ജിപ്പാനായിട്ട് ഇടയായി തീരത്തില്ല. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കി തീരട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.